പുതിയ വർഷം വരികയാണ് 2026. മേടക്കൂറിന് പൊതുവെ അനുകൂലമായ ഒരു കാലമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും. നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. അശ്വതി, ഭരണി, കാർത്തികേക്കാൽ ഈ നക്ഷത്രങ്ങളെയാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. മേടക്കൂറിൻ്റെ 2026 ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യ പകുതി സമയം വരെ കുറച്ച് മോശവും അതിനുശേഷം കൂടുതൽ നന്മയുമാണ് ഉണ്ടാകുന്നത്. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും. സാമ്പത്തിക രംഗത്ത് കാര്യമായ പുരോഗതി തന്നെ പ്രതീക്ഷിക്കാം. എന്നാലും ചില സമയം ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചെലവുകളും ആശുപത്രിവാസവും ഒക്കെ സാമ്പത്തിക സ്ഥിതിയെ തടസ്സപ്പെടുത്തിയേക്കാം. എന്നാലും പൊതുവിൽ അനുകൂലമായ കാലമാണ്. പുരോഗതി എല്ലാ കാര്യത്തിലും ദൃശ്യമാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങളും ഗുണവും ഉണ്ടാകും. പൊതുപ്രവർത്തന രംഗത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ സ്ഥിതി വരും. പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കും. കൂടാതെ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും പുരോഗതിയും പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടുന്ന വിധത്തിൽ ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ പഠനകാര്യത്തിൽ കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ മേഖലകളിലേക്ക് അവർക്ക് ചിന്തയുണ്ടാവുകയും ജീവിതത്തിൽ വിജയിക്കണം എന്ന ചിന്തയോടുകൂടി പഠനകാര്യത്തിൽ മുന്നേറുകയും ചെയ്യും. നല്ല സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും. പൊതുവെ അനുകൂലമായ കാലമാണ് 2026.